ശബരിമലയെ രാജ്യാനന്തര നിലവാരത്തിലെത്തിക്കും, ആഗോള അയ്യപ്പ സംഘം നടത്തും എന്നൊക്കെ പറഞ്ഞ പമ്പയിൽ വലിയൊരു പന്തല് കെട്ടി കുറച്ചു പേര് വന്നിരുന്നു. ഉദ്ഘാടനം സാക്ഷാൽ ഇരട്ടച്ചങ്കൻ. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേട്ടാൽ ചിരിക്കണോ അതോ കരയണോ എന്നറിയത്തില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയത് മാത്രമല്ല, ഭക്തർക്ക് കിടക്കാൻ വാങ്ങിയ കട്ടിലും മെത്തേലും വരെ സഖാക്കൾ അടിച്ചു മാറ്റുമെന്ന് ആരെങ്കിലും കരുതിയോ? ഹൈക്കോടതി ചോദിക്കുകയാണ്, എവിടെടാ കണക്കെന്ന്. ബില്ലില്ല, വൗച്ചറില്ല, ടെൻഡർ ഇല്ല, തോന്നിയതുപോലെ പണം വാരിയങ്ങെറിഞ്ഞു. പ്രസാദം വിതരണം ചെയ്തതിനും കണക്കില്ല താനും. അയ്യപ്പന്റെ പ്രസാദം പോലും വിഴുങ്ങുന്ന ഒരു പ്രത്യേകതരം വിശപ്പാണിപ്പോൾ ദേവസ്വം ബോർഡിനും സർക്കാരിനുമുള്ളത്. 3.5 കോടിയുടെ നഷ്ടം. സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞ ബോർഡിന്റെ പണം എടുത്ത് അടിച്ചു പൊളിച്ചു. ഇപ്പോൾ ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നു അത് ബോർഡ് പറയണമെന്ന്. ബോർഡ് പറയുന്നു അത് പഴയ ആളുകൾ പറയണമെന്ന്. ഉത്തരവാദിത്തം പാസ് ചെയ്യാൻ ഇവരെല്ലാവരും നല്ല ഒന്നാന്തര ഫുട്ബോൾ കളിക്കാരാണെന്ന് സമ്മതിച്ചു കൊടുക്കണം. അന്ന് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് NSSനെയും SNDPയും കൂട്ടുപിടിച്ച് നടത്തിയ ആ സ്റ്റേജ് ഷോ സത്യത്തിൽ ഒരു ആഗോള പിടിച്ചുപറിയായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയുമാണ്. മന്ത്രി വാസവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ വന്ന SIT ഇപ്പോൾ ഈ സംഗമത്തിന്റെ കണക്കും പൊക്കി പിടിച്ച് പിന്നാലെയുണ്ട്. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചിലവ് കണക്കുകളിൽ വമ്പൻ പൊരുത്തക്കേടാണെന്ന് ഹൈക്കോടതി ഇന്നലെയാണ് പറഞ്ഞത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ബില്ലിലും സാധനങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. പരിപാടിക്ക് എത്തിയവർക്ക് പ്രസാദം നൽകിയതിന് കണക്കില്ല. 150 കിടകൾ വാങ്ങിയതിൽ 50 എണ്ണം കാണാനില്ല എന്നും ഹൈക്കോടതി വിലയിരുത്തുകയായിരുന്നു. ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത 2 കോടി രൂപ തിരിച്ചടച്ചിട്ടില്ല. ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ട്യാ ഗുരുതരമായ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ്. ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയ വകയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കോടികളുടെ നഷ്ടമെന്ന സൂചന നൽകുന്ന ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സമർപ്പിച്ചിരുന്നു. 3.40 കോടി രൂപയുടെ നഷ്ടം എന്നായിരുന്നു സൂചന. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന് ദേവസ്വം ബോർഡ് അഡ്വാൻസായി 3 കോടി രൂപയാണ് നൽകിയത്. ഇത് സ്പോൺസർഷിപ്പിലൂടെ തിരികെ പിടിക്കാം എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ ധാരണ. എന്നാൽ ഈ തുക തിരികെ ലഭിച്ചില്ല താനും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിന് ബോർഡിന്റെയോ സർക്കാരിന്റെയോ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ ഇരിക്കവെയാണ് ദേവസ്വം ബോർഡിന് ചിലവാക്കിയ പണം തിരികെ ലഭിക്കാതെ വന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ അയ്യപ്പ സംഗമത്തെക്കുറിച്ചും പരാമർശമുണ്ട് എന്ന കണ്ടെത്തലും വന്നിരിക്കുന്നു. അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം മിനിറ്റ്സിൽ ഇല്ലായിരുന്നു എന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. ഫണ്ട് വിനിയോഗത്തിൽ വ്യക്തികൾ ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20-നാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത്. ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടത്തിയ ആ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ആഗോള അയ്യപ്പ സംഗമത്തെ UDFും BJPയും ശക്തമായി എതിർത്തിരുന്നതാണ്. രാഷ്ട്രീയ നേട്ടം മാത്രമാണ് അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് UDFും BJPയും അന്നേ ആരോപിച്ചിരുന്നു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കാതെ സഹകരണമില്ല എന്നായിരുന്നു UDF പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമവും ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയുടെ അന്വേഷണ പരിധിയിലേക്കെന്നും സൂചന ഇപ്പോൾ വരികയാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് പരാമർശമുണ്ട്. സംഗമത്തിന് 4 കോടി രൂപ സ്പോൺസർഷിപ്പ് ലഭിച്ചത് അറിയാമെന്നും കൃത്യമായി കണക്ക് പറയേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്നും പറഞ്ഞ ദേവസ്വം മന്ത്രി ഒഴിഞ്ഞു മാറുകയുമാണ്. PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന സംഗമമായതുകൊണ്ട് തന്നെ നിലവിലെ പ്രസിഡന്റ് K ജയകുമാറിനും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാനാകും. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് സർക്കാരാണോ ദേവസ്വം ബോർഡാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനും കഴിഞ്ഞിട്ടില്ല. സർക്കാർ പരിപാടിയാണ് ആദ്യം അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും വിവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടായപ്പോൾ പരിപാടി ദേവസ്വം ബോർഡിന്റെ തലയിലേക്ക് മാറുകയായിരുന്നു. പമ്പയിൽ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനത്തിൽ ഉൾപ്പെടെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ദേവസ്വം ബോർഡ് യോഗത്തിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന SIT റിപ്പോർട്ടിലുണ്ട്. സംഗമത്തിന്റെ ഫണ്ട് വിനിയോഗത്തിൽ അവ്യക്തതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മിനിറ്റ്സിൽ പോലും ഇല്ലാത്തൊരു പരിപാടിക്ക് കോടികൾ പൊട്ടിച്ച ബുദ്ധി അത് ഏത് ഉപദേശിയുടേതാണ് എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. മന്ത്രി വാസവൻ അറിയാതെയാണോ ഈ കട്ടിലും കിടക്കയും സ്വർണവും വഴിമാറി ഒഴുകിയത് എന്നും ചോദിക്കണം. വാസവൻ കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ സഖാക്കൾക്കിടയിൽ ഇപ്പോൾ ഒരു സ്വാമിയെ ശരണമയ്യപ്പ വിളിയാണ് കേൾക്കുന്നത്. യുവതി പ്രവേശനത്തിന് വിശ്വാസികളെ തല്ലിച്ചതച്ച അതേ കൈകൊണ്ട് തന്നെ അയ്യപ്പ സംഗമത്തിനെ തിരി തെളിയിച്ചപ്പോൾ പിണറായി കരുതി കാണും ജനങ്ങളെല്ലാം മറക്കുമെന്ന്. പക്ഷേ അയ്യപ്പന്റെ പണം കവർന്നാൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് സഖാക്കൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം.
സ്പോൺസർമാരെ കണ്ടെത്താൻ ഇനിയും നോക്കുമെന്നാണ് ബോർഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നടന്നു കഴിഞ്ഞ പരിപാടിക്ക് ഇനി ആരെങ്കിലും കാശ് തരുമോ? കടം വാങ്ങിയവന്റെ വീട്ടിൽ ചെന്ന് പഴയ കടം സ്പോൺസർഷിപ്പായി മാറ്റൂ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നാണക്കേടെന്ന വാക്കിന് പുതിയ അർത്ഥം നൽകുകയാണ് സർക്കാർ. എന്തായാലും ഒന്നുറപ്പാണ്, അന്വേഷണം മന്ത്രിയുടെ അടുക്കളയിലേക്ക് വരെ എത്തുകയാണ്. ഭക്തരുടെ കണ്ണീരും അയ്യപ്പന്റെ സ്വത്തും അപഹരിച്ചവർക്ക് കോടതി വിധി തുടക്കം മാത്രമായിരിക്കും. വാസവൻ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുമോ അതോ പ്രതിക്കൂട്ടിലേക്ക് മാറുമോ എന്ന് ഇനി അധികം വൈകാതെ തന്നെ കാണാം.